ചെറിയ ഉരുളിയിൽ ഒരു മുറി തേങ്ങ ചിരണ്ടി അതിനകത്ത് അമൃതമാവും കൂടെ തട്ടിയിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് നല്ലപോലെ കുറേ സമയം ഇങ്ങനെ കുഴച്ചിടും. നല്ലവണ്ണം കുഴയ്ക്കുക. അറിയാൻ പറ്റി പിന്നെ നല്ലവണ്ണം കുഴച്ച് യോജിപ്പിക്കുക. തേങ്ങയും നമ്മുടെ അമൃതമാവും കൂടെ നല്ലപോലെ യോജിപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ജീരകം കൂടി ഇടിച്ച് തരാനായിട്ട്. ഞാൻ പിന്നെ ക്യാമറയും കയ്യിൽ പിടിച്ചുകൊണ്ടേ കുറച്ച് ജീരകം എടുത്ത് നമ്മൾ ഇടിയല്ലിട്ട് അതിന് കുറേ സമയം ഇടിച്ചു. അപ്പോൾ പറഞ്ഞു അത്രയും ഇടിച്ചാൽ മതിയെന്ന്. പിന്നെ ആ ഇടിച്ച ജീരകം എല്ലാം കൂടെ എടുത്തിട്ട് ആ മാവിനകത്ത് ഇട്ടിട്ട് വീണ്ടും കുഴക്കൽ തുടർന്നു. കുറേ സമയം നല്ലവണ്ണം അത് യോജിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് കത്തിച്ചു. അതിനകത്തോട്ട് നമ്മുടെ ഉരുളി എടുത്ത് വെച്ച് പിന്നെ ഇളക്കലായിരുന്നു. കുറേ സമയം ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരുന്നു. പുള്ളിക്കാരിക്ക് കൈയൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നല്ലായിരുന്നു പുറത്ത് കാണിച്ചില്ല. പുറത്ത് കാണിക്കാതെ അങ്ങ് ഇളക്കലായിരുന്നു. കുറേ സമയം ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ട്, അത് ശരിയായിട്ട് വന്നോന്ന് നോക്കുന്നുണ്ടേ. പക്ഷേ നോക്കിയപ്പോൾ മനസ്സിലായി അത് ശരിയായിട്ടില്ല. വീണ്ടും അടി പിടിച്ചോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ആ സ്പൂൺ വെച്ച് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കുന്നുണ്ട്. പക്ഷെ അടിയിലൊന്നും പിടിച്ചില്ലായിരുന്നു. കുറേ സമയം അങ്ങനെ ഇളക്കി അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ശരിയാണെന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങനെ